നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും സാധാരണ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്രതീക്ഷിത കണ്ടെത്തലിനെക്കുറിച്ചറിയാൻ ഈ വീഡിയോ കാണുക. നമ്മുടെ ഗാലക്സിയിലെ ഓരോ നക്ഷത്രത്തിനും ചുറ്റും ഒരു ഗ്രഹമെങ്കിലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ഇവയെ എക്സോപ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നു. സൗരയൂഥത്തിനു പുറത്തുള്ള നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളാണിവ. എന്നാൽ മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പുതിയ ഗവേഷണം ഒരു വഴിത്തിരിവ് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും സാധാരണ ഗ്രഹങ്ങൾ ഏറ്റവും സാധാരണമായ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമല്ല സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൂര്യനെപ്പോലുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഏറ്റവും സാധാരണമായ ഗ്രഹങ്ങൾ സബ്നെപ്റ്റ്യൂണുകളും സൂപ്പർ എർത്തുകളുമാണ്. സബ്നെപ്റ്റ്യൂണുകൾ നെപ്റ്റ്യൂണിനെപ്പോലെ ചെറുതും സൂപ്പർ എർത്തുകൾ ഭൂമിയേക്കാൾ 10 ഇരട്ടി വലുപ്പമുള്ള പാറക്കെട്ടുകളുള്ള ഗ്രഹങ്ങളുമാണ്. എന്നാൽ സൂര്യനെപ്പോലുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. ഈ വിടവ് നികത്താൻ മാക്മാസ്റ്റർ ഗവേഷകർ മിഡ്-ടു-ലേറ്റ് എം കുള്ളൻ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇവ നമ്മുടെ സൂര്യന്റെ 8% മുതൽ 40% വരെ വലിപ്പമുള്ള ചെറിയ നക്ഷത്രങ്ങളാണ്. ഈ എം കുള്ളൻ നക്ഷത്രങ്ങളാണ് ക്ഷീരപഥത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും. അവയുടെ മങ്ങിയ സ്വഭാവം കാരണം അവയെ പഠിക്കാൻ ചരിത്രപരമായി ബുദ്ധിമുട്ടായിരുന്നു. നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് അഥവാ ടെസ് ഇതിനൊരു മാറ്റം വരുത്തി. ഈ നക്ഷത്രങ്ങളെയും അവയെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെയും കുറിച്ച് ടെസ് അവിശ്വസനീയമായ കാഴ്ച നൽകുന്നു. ടെസ് ഡാറ്റ ഉപയോഗിച്ച് മാക്മാസ്റ്റർ ടീം കണ്ടെത്തിയത് മിഡ്-ടു-ലേറ്റ് എം കുള്ളൻ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സബ് നെപ്റ്റ്യൂണുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു എന്നാണ്. ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സബ് നെപ്റ്റ്യൂണുകൾ ഫലത്തിൽ ഇല്ലാതാകുന്നു. ഇത് ഗ്രഹങ്ങളെ രൂപപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ വ്യത്യസ്തമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ ധാരാളം സൂപ്പർ എർത്തുകളെ ആതിഥേയത്വം വഹിക്കുന്നു, എന്നാൽ സബ് നെപ്റ്റ്യൂണുകളില്ല. ഇത് ഗ്രഹരൂപീകരണത്തെക്കുറിച്ചുള്ള നിലവിലുള്ള സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹരൂപീകരണ സംവിധാനങ്ങൾ വ്യത്യസ്തമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. സൂര്യപ്രകാശം ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയായ ഫോട്ടോ ഇവാപറേഷനാണ് ഈ വ്യത്യാസത്തിന് കാരണമെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ നേരത്തെ കരുതിയിരുന്നു. ഇവിടെ ഗ്രഹരൂപീകരണം വാതകാവരണമുള്ള സബ് നെപ്റ്റ്യൂണുകളേക്കാൾ ജലസമൃദ്ധമായ ലോകങ്ങൾക്ക് അനുകൂലമായേക്കാം. എം കുള്ളൻ നക്ഷത്രങ്ങൾക്ക് ചുറ്റും സബ് നെപ്റ്റ്യൂണുകൾ കുറവായതിനാൽ ഗ്രഹരൂപീകരണ സിദ്ധാന്തങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഗ്രഹങ്ങളുടെയും ജീവന്റെയും ഉത്ഭവം മനസ്സിലാക്കാൻ ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ പൂർണ്ണമായ ചിത്രം നമുക്കാവശ്യമാണ്. ഈ ഗവേഷണം നമ്മെ അതിലേക്ക് അടുപ്പിക്കുന്നു. എക്സോപ്ലാനറ്റ് സയൻസ് അതിവേഗം വളരുന്ന ഒരു മേഖലയാണ്. ആദ്യത്തെ എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തിയിട്ട് 30 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ടെസ് പോലുള്ള ദൗത്യങ്ങൾ നമുക്ക് ആയിരക്കണക്കിന് സംവിധാനങ്ങളെ താരതമ്യം ചെയ്യാനും നമ്മുടെ സങ്കല്പങ്ങളെ തിരുത്തിയെഴുതുന്ന പാറ്റേണുകൾ കണ്ടെത്താനും സഹായിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിൽ നിലവിലില്ലാത്ത ഏറ്റവും സാധാരണ ഗ്രഹങ്ങൾ എവിടെ നിന്നു വരുന്നു എന്നതിനെക്കുറിച്ച് ഈ പുതിയ പഠനം കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നു.